അങ്ങനെ ഞങ്ങൾ ഓഫൻബർഗിൽ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ബേണിലേക്ക് പോവാണ്. ട്രെയിനാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഏറ്റവും എളുപ്പം ട്രെയിൻ തന്നെയാണ്. സിറ്റിയിൽ നിന്നും കുറച്ച് നീങ്ങിയിട്ടാണ് ഞങ്ങൾ ഹോട്ടൽ എടുത്തേക്കുന്നത്. ഇത് ഞങ്ങൾ ഹോട്ടലിലെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ലോട്ടൺബേർണൻ കാണാനുള്ള ട്രിപ്പിലാണ്. ഇവിടെ നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ പോകണത്. ആദ്യം ഇന്റർലാക്കും പോകും. ഇന്റർലാക്കിൽ നിന്ന് വേറൊരു ട്രെയിനാണ് ലോട്ടൺബേർണിൽ പോകണത്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ആകെ 2 ദിവസമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡെയിലി പാസോ സ്വിസ് പാസോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും നമ്മൾ മറ്റേ ഡെയിലി പാസിനെക്കാട്ടിയും ഫുൾ ടിക്കറ്റ് മറ്റേ സ്വിസ് പാസിനെക്കാട്ടിയും കുറച്ച് പൈസ കുറവാണ്. പക്ഷേ നമ്മൾ കുറച്ചധികം ദിവസം നമ്മൾ സ്വിറ്റ്സർലാൻഡിലുണ്ടെങ്കിൽ ഈ സ്വിസ് പാസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായ തീരുമാനം. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ബേൺ എന്ന സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഫ്രീ പാസ് കിട്ടും. അത് ഹോട്ടലുകാർ തരുന്ന ഒരു ഫ്രീ പാസ് ഉണ്ട്. അതായത് ബേൺ സിറ്റിയിൽ എവിടെ പോകണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിക്കാം എന്നുള്ളൊരു ഫ്രീ പാസ് അവർ തരും. അപ്പോൾ അത് നമ്മൾ അവിടെ ഹോട്ടൽ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചോദിക്കണം. അപ്പോൾ അവർ ഒരു നമ്പർ തരും. ആ നമ്പർ നമ്മുടെ ആപ്പിൽ ആഡ് ചെയ്തിട്ട്, ഈ സ്വിസ് പാസിൻ്റെ ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. 3 ദിവസത്തേക്ക്, എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ അവിടെയുള്ള അത്ര ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും നമുക്ക് സഞ്ചരിക്കാം ഈ ഒരു പാസ് വെച്ചിട്ട്. നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലോട്ടൺബേർണൻ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 2 ദിവസത്തിൽ ഈ ഒരു സ്ഥലം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇന്റർലാക്കനും കണ്ടു. സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ദൂരമുള്ളൂ ഈ ഒരു വാട്ടർഫാളിലേക്ക്. ഈ വാട്ടർഫാളിന്റെ പേരാണ് സ്വിസ് ബാക്ക് ഫാൾ. കുറച്ച് ഹൈക്ക് ചെയ്ത് മോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫാൾ തൊടുകയൊക്കെ ചെയ്യാം. ആൾക്കാർ പോകുന്നുണ്ട്, കണ്ടോ? അതിൻ്റെ ആ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഈ മലയുടെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് വാട്ടർഫാൾ തൊടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ലോട്ടൺബേർൺ വരുമ്പോൾ ഈ ഒരു വാട്ടർഫാൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അവിടെ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളിയാണ്. അങ്ങനെ നമ്മളൊരു 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഇന്റർലാക്കിലും പോയി. ഇന്റർലാക്കിൽ നമ്മുടെ DDS ഷൂട്ട് ചെയ്ത സ്ഥലവും മറ്റേ യാഷ് ചോപ്രയുടെ സ്റ്റാച്യു ഉള്ള സ്ഥലവും ഒക്കെ കാണാൻ പോയി. അപ്പം ഇതാണ് ആ DDS ഷൂട്ട് ചെയ്ത സ്ഥലം. ഇതാണ് ആ ബംഗ്ലാവ്. ഇവിടെയാണ് യാഷ് ചോപ്രയുടെ സ്റ്റാച്യു ഉള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് ബേണിലേക്ക് എത്തി. നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഇത് ബേണിലത്തെ ഹോൾഡ് സിറ്റിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ഡെസ്റ്റിനേഷനായിട്ട്. ബൈ ബൈ.